അങ്ങ് അമേരിക്കയിൽ നിന്നൊരു ജപ 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 ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട്. എന്താണെന്നല്ലേ, ഇവിടെയോ പത്രക്കാരെ കാണില്ല. വിസഗുരു നേരെ അമേരിക്കയിൽ മൈ ഫ്രണ്ടിനെ കണ്ടിട്ട് അവിടുത്തെ മാധ്യമങ്ങളുടെ മുന്നിൽ ചെന്ന് കയറിക്കൊടുത്തു. ശിവനേ. President, you both spoke about combating ISIS. You both sounded very excited about this partnership upcoming. And I was curious, how much more confident are you with President Trump leading this country that there will be peace through strength and you will have a successful partnership with the United States versus with Biden's incompetence and weakness over the last 4 years? That's your question, but I'll answer it. I agree with you. Gross incompetence. ഇത് കണ്ടപ്പോൾ മലയാളത്തിലെ മേലേപ്പറമ്പിൽ ആൺവീട് എന്ന സിനിമയിൽ നരേന്ദ്രപ്രസാദ് ഒരു ലെറ്റർ വായിക്കുന്ന സന്ദർഭത്തിൽ ജനാർദ്ദനൻ ചോദിക്കുന്നൊരു ഡയലോഗ് ഉണ്ട്. എഴുത്തും വായനയും അറിയാത്ത മച്ചമ്പി എന്തിനാണ് ഈ ഇംഗ്ലീഷ് ലെറ്റർ എടുത്ത് നോക്കുന്നതെന്ന് പറയും പോലെ എഴുത്തും വായനയും അറിയാത്തൊരു മച്ചമ്പിയോട് ചോദ്യം ചോദിച്ചപ്പോൾ ഉണ്ടായൊരവസ്ഥയാണ്. ഷെയിം ഷെയിം ഷെയിം, അതേ പറയാനുള്ളൂ. കാര്യം ഈ അടുത്ത ദിവസമാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് സ്വകാര്യതയാണ് പുറത്ത് കാണിക്കണ്ട എന്നൊരു വാർത്ത വന്നിരുന്നു. എന്തുകൊണ്ട് വിശ്വഗുരുവിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പുറത്ത് കാണിക്കണ്ട എന്ന് പറഞ്ഞാൽ പൊന്നോ, കാണിക്കാതിരിക്കുന്നതാണ് ഇതിനേക്കാൾ നല്ലത്. കാര്യം ഡിഗ്രി വിദ്യാഭ്യാസം ചെയ്ത ഒരാളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ നേരിട്ട് കണ്ടിരിക്കുകയാണ്. ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റാതെ അതിൻ്റെ മറുപടി കൂടി അമേരിക്കൻ പ്രസിഡൻ്റായ മൈ ഫ്രണ്ടിനെ കൊണ്ട് പറയിക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾക്കുണ്ടായത്. ട്രാൻസ്ലേറ്റർ ഇല്ലാതെയോ പ്രോംപ്റ്റർ ഇല്ലാതെയോ ചെന്ന് നിന്നുള്ള അവസ്ഥ ഇതാണ്. പ്രോംപ്റ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അത് പറയേണ്ട കാര്യങ്ങൾ തൊട്ടടുത്ത് വെച്ചിട്ട് അത് എഴുതി കാണിച്ചു കൊടുക്കും. അത് രണ്ട് സൈഡിൽ നോക്കി വായിക്കുന്ന ഒരു വിദഗ്ധനാണ് ഈ കാണുന്ന വിശ്വഗുരു. അല്ലാതെ നേരിട്ടൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉള്ളാലെ ഉള്ള കാര്യം പറയാൻ അകത്ത് വല്ലതും വേണ്ടേ? ഉള്ളിൽ അകക്കാമ്പുള്ളവർക്കല്ലേ സ്വന്തം നിലയ്ക്കൊരു ചോദ്യം വന്നാൽ നേരിടാനും അതിന് മറുപടി പറയാൻ പറ്റൂ. ഇതാകെ പഠിച്ചു വെച്ചേക്കുന്ന കാര്യം മൊത്തം പശു തിയറിയാണ്. അതിനെക്കുറിച്ചല്ലാതെ ലോകത്തെക്കുറിച്ച് ഒരു കാര്യം അറിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ പത്രങ്ങൾ ചോദിച്ച ഈ ചോദ്യത്തിന് മുന്നിൽ ഇന്ത്യക്ക് നാണം കെട്ട് തലകുനിക്കേണ്ടി വന്നത്. ഒരു പത്രസമ്മേളനം, 2 ലോക നേതാക്കന്മാർ പങ്കെടുത്ത സമ്മേളനത്തിൽ കൊട്ടിഘോഷിക്കുന്ന അല്ലെങ്കിൽ ലോകം ആദരിക്കുന്നു എന്നൊക്കെ തള്ളി മറിക്കുന്ന ഒരാളുടെ അവസ്ഥയാണ്. എന്തൊരു ഗതികേടാണ് ഇത്. മറ്റൊരാൾ സംസാരിക്കുന്നു, ആ ചോദ്യം കേട്ട് ഉത്തരം പറയാതെ മിഴുങ്ങസിയ നിൽക്കുമ്പോൾ ഒരു പരിഹാസ ചിരിയും കൊടുത്തിട്ട് മൈ ഫ്രണ്ട് തന്നെ മറുപടി പറഞ്ഞിട്ട് പോകുന്നു. ഈ അടുത്ത ദിവസം എന്തുകൊണ്ടാണ് US നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഇങ്ങോട്ടേക്ക് ചങ്ങലക്കിട്ട് അയച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവർ പരിഗണിക്കുന്നതും അവർക്ക് മനസ്സിലായതും ഇതാണ്. അതിനപ്പുറത്തേക്ക് ചില ഫോട്ടോഷൂട്ടുകൾ നടത്തി പ്രചരിപ്പിച്ച് ഇവിടെ എന്തോ വലിയ നയതന്ത്ര ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ഒരൊലക്കേട മൂടുമില്ല. ഈ നാട്ടിലെ ജനങ്ങൾ എവിടെയെങ്കിലും പോയി അവരവർ സൂക്ഷിച്ചാൽ അവരവർക്ക് നല്ലതാണ്. അതിനപ്പുറത്തേക്ക് നയതന്ത്ര ബന്ധത്തിലൂടെ നിങ്ങൾ നാട്ടിൽ വരികയാണെങ്കിൽ നേരത്തെ കുടിയേറ്റക്കാർ, കൊള്ളക്കാരല്ല കുടിയേറ്റക്കാർ, അവരെ കയ്യും കാലും ഇടുപ്പും വരെ ബന്ധിച്ച് കയറ്റി വിട്ടതുപോലെയുള്ള അവസ്ഥയിൽ നാട്ടിലെത്തേണ്ടി വരും. എന്തായാലും രാജ്യം നാണം കെട്ട രണ്ടാമത്തെ അവസ്ഥയാണ്. നേരത്തെ പാരീസിൽ കണ്ടതിന് പിന്നാലെ ഇപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ സ്വയം പൊളിയുന്ന സാഹചര്യമുണ്ടായി. എന്തുകൊണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരമാണ് ഈ കണ്ടിരിക്കുന്നത്.